പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൂവിക്ക് പോവാ ഗൈസ്. ഏതാ മൂവി? 3 ഓപ്ഷനാണുള്ളത്. ഏതിന് കിട്ടുന്നത് അതിന് കയറും. പണിയുണ്ട്, അമരൻ കാണണം, പിന്നെ ഏതായിരുന്നു പറഞ്ഞാൽ ലക്കി ഭാസ്കർ കാണണം. ലക്കി ഭാസ്കർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയെ കുറിച്ചായതുകൊണ്ടും അത് ഷൂട്ടിങ്ങിന്റെ ടൈം മുതലേ കാത്തിരിക്കുന്നതായതുകൊണ്ടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ടിക്കറ്റ് കിട്ടുന്ന വെച്ചാൽ ഫസ്റ്റ് അത് കാണും. പറ്റുകയാണെങ്കിൽ 3 കാണണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ശീലങ്ങളിൽ എനിക്ക് ഉണ്ട്, പതിവുകളും ഉണ്ട്. കൊച്ചിയിലാണ് സാധാരണ അങ്ങനെ ചെയ്യാറ്, ഇവിടെ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്ന് പറ്റുമെന്ന് നോക്കാം. പെൻഡിങ് ഉള്ള 3 പടം അങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ ദേ ഞങ്ങൾ ലുലുവിൻ്റെ പാർക്കിങ്ങിലോട്ട് ദേ എത്തി. അപ്പം ഞങ്ങൾ അങ്ങനെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന്. കാരണം ഒന്നാമത് വീക്ക് ഡേയ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വിചാരിച്ചത് ഏതാണോ അവൈലബിലിറ്റി ഉള്ളത്, ഏത് ടൈമിലാണോ ഉള്ളത്, അങ്ങനെ നോക്കി നോക്കി കയറാം എന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ഓൾറെഡി രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഡേ ഫുള്ള് ലുലുവിൽ സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് കാരണം കൊച്ചിയിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് പോകാൻ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകാമെന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം പിന്നെ ഉള്ളത് കൂടുതൽ ബീച്ച് അങ്ങനെയുള്ള ഏരിയ ആണ്. അങ്ങനെയുള്ള വൈബിന് ഓക്കെയാണ്. പക്ഷേ നോർമൽ ടൈമിൽ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഈവനിങ് ആ ഒരു ടൈമൊക്കെ ആവണം. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലുലു തന്നെയാണ് ഞങ്ങൾക്ക് ബെറ്റർ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് എസ്കലേറ്റർ കയറി നേരെ മൂവി കാണാൻ വേണ്ടി പോയി. ഞാൻ ഇവിടെ PVR ആദ്യമായിട്ടാട്ടോ വരുന്നത്. ലുലുവിൽ ഏട്ടൻ ഇതിന് മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതിനാണ് ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സീറ്റൊക്കെ നല്ലപോലെ ബാക്കിയുണ്ടായിരുന്നു. നടക്കുന്നു ഞങ്ങൾ ഇതെന്താ മേടിച്ചത്? വിജ്ഞാനപ്രദമായ ബുക്കുകൾ വാങ്ങിച്ചതാണ് ഗൈസ്. പണ്ടൊന്നും പഠിക്കുന്ന കാലത്ത് ടെക്സ്റ്റ് ബുക്കൊന്നും വായിച്ചിട്ടില്ല. ഇപ്പം എന്താ പറയുക, ബുക്കുകൾ കാണുമ്പോൾ ഒരു ടെൻഡൻസി അന്നൊന്നും വായിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്രോസ് വേർഡ്സ് എന്ന ബുക്കൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഏകദേശം ഞങ്ങൾക്ക് മൂവിക്ക് ടൈമായി. അപ്പോൾ ഇതേ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതേ ഉള്ളിലോട്ട് കയറുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ മീൻസ് ട്രിവാൻഡ്രം ലുലുവിൽ PVRൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി കണ്ടു. പക്ഷെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ, നല്ല രസമുണ്ടായിരുന്നു. ഇൻറ്റീരിയർ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ ലക്കി ഭാസ്കർ കാണാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ദുൽഖറിൻ്റെ മൂവി ആയിരുന്നു, നല്ല പടമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഏട്ടന് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഏട്ടനത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ അത് കണ്ടു കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ അവിടുത്തെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മളെ കൊച്ചി PVRനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ പാരഗണിൽ വന്ന്, മീൻസ് PVRൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാരഗൺ ഉള്ളത്. പിന്നെ ഇവിടുത്തെ പാരഗൺ കുറച്ച് ഓപ്പൺ സ്പേസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഞങ്ങളിത് ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഓൾറെഡി മൂവിക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ ഫുഡിൻ്റെ ടൈം ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്ര മണിക്ക് ഇറങ്ങും, 2 പേർക്കുള്ള സീറ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡ് അടിച്ച് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുത്ത മൂവിക്ക് കയറി. ഞങ്ങൾ അമരൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അഗെയിൻ അമരൻ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങുകളും ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിംഗ് ഇടയിൽ തീർക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത മൂവിക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പണി മൂവി ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പം പണി കാണണമെന്ന് കുറേ ആയിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിത് പണി കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ഏട്ടൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ നോക്കിയപ്പോൾ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ട്. കാരണം പാരഗണിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങളിപ്പോഴും ഇരിക്കുന്നത്. ഞങ്ങൾ ഡിന്നർ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞങ്ങളിത് ഫിഷ് മാംഗോ കറിയും അപ്പവും പറഞ്ഞു. ഡിന്നറും ഞങ്ങൾ പാരഗണിൽ നിന്ന് കഴിച്ചു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് മൂവിക്ക് കയറി. 3ാമത്തെ മൂവിയാണ്, പണി കാണാൻ വേണ്ടിയിട്ട് കയറി. അതും ഇതുപോലെ നല്ല പടമായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അമരനും അതേ നല്ല പടമായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ലുലു മോളിൻ്റെ പുറത്തിറങ്ങിയിരിക്കുന്നു. ഗായ്സ് നമ്മളെങ്ങനെ വളയുന്നത്, അവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഓക്കെ, എല്ലാരും വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഇതേ തിരിച്ച് രാവിലെ ലുലു അടച്ചു കണ്ടോ, എല്ലാം അടച്ചു, ആരും ഇല്ല അവിടെ. ഞങ്ങൾ രാവിലെ കയറി 3 മൂവിയുണ്ട്. അതെ, 1 ഡേ ഇൻ ലുലു. നമ്മൾ ടാഗ് കിട്ടി. അത് ഞങ്ങൾ അതെ ബാക്കിൽ ഷോപ്പ് ചെയ്ത സാധനങ്ങളുണ്ട്, അത് കാണുന്നില്ല. എന്തായാലും നല്ല ഒരു ഗംഭീര ഡേ ആയിരുന്നു ഗൈസ്.